4 built-in data types second one ആയ ടപ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് എന്താന്ന് പറഞ്ഞിരുന്നു. 4 ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത് മെയിൻ ആയിട്ട്. അതാണ് ടപ്പിള്, ലിസ്റ്റ്, സെറ്റ്, ഡിക്ഷണറി. ടപ്പിൾ എന്താന്ന് നോക്കാം. ടപ്പിൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ടപ്പിൾ യൂസ് ചെയ്യുന്നത്. ടപ്പിളിന് എപ്പോഴും ഫംഗ്ഷൻ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ടപ്പിളും ഇൻഡെക്സ് നമ്പർ വൈസ് ആണ് പോകുന്നത്. 0th പൊസിഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ഇൻഡെക്സ് നമ്പർ വൈസ് ആണ് ടപ്പിളിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ടപ്പിളിന്റെ ഫീച്ചേഴ്സ് ആണ് ഓർഡർഡ് ആണ്, അതായത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ടപ്പിളിനുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സെക്കൻഡ് വൺ ആണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്, അതായത് ഇൻഡെക്സ് നമ്പർ വൈസ് ആയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ടപ്പിളിൽ അലൗഡ് ആണ്. ഇപ്പൊ ഈ ടപ്പിളിൽ നോക്കിയാൽ 2 എന്ന് പറയുന്ന വാല്യൂ പലതവണ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചർ ആണ് അൺചേഞ്ചബിൾ ആണ് ടപ്പിൾ എന്ന് പറയുന്നത്. അതാണ് ടപ്പിളും ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ലിസ്റ്റ് ചേഞ്ചബിൾ ആണ്, അതായത് പുതിയ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ടപ്പിളിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്ന് ഫീച്ചേഴ്സ് ആണ് ടപ്പിളിനുള്ളത്. ഓർഡർഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്. ഇനി ടപ്പിൾ എങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കാം. അതിന് പ്രിന്റ് ഓഫ് ടപ്പിൾ നെയിം കൊടുക്കുക, ടപ്പിൾ 1 റൺ ചെയ്യുക. അപ്പൊ ടപ്പിൾ 1 ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി 1ന് പകരം 2 കൊടുത്താൽ 2, ടപ്പിൾ 2ഉം പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാണ്. അടുത്തതെന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പറിലുള്ള ഐറ്റം നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ് ടപ്പിൾ നെയിം കൊടുക്കുക, ടപ്പിൾ 1 ഓഫ് 0th പൊസിഷനിലുള്ള ഐറ്റം ഏതാന്ന് അറിയണമെങ്കിൽ ടപ്പിൾ 1 ഓഫ് 0 എന്ന് കൊടുക്കുക, 2. ടപ്പിൾ 1ല് 0th പൊസിഷനിലുള്ളത് 2 ആണ്. ഇനി ടപ്പിൾ 1 ഓഫ് -1 എന്ന് കൊടുത്താൽ ലാസ്റ്റ് എന്നുള്ള വാല്യൂ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. ഇനി ഇത് മാറ്റി നമുക്കൊരു 5th പൊസിഷനിലുള്ളത് ഏതാന്ന് നോക്കാം. 2, 0, 1, 2, 3, 4, 5. 5th പൊസിഷനിലുള്ളത് 2 ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് മുതൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ടപ്പിൾ 1 ഓഫ് 2 to 6 വരെ, അതായത് സെക്കൻഡ് ഇൻഡെക്സ് നമ്പർ മുതൽ 6th ഇൻഡെക്സ് നമ്പർ വരെ പ്രിന്റ് ആകണമെങ്കിൽ റൺ ചെയ്താൽ 3, 6, 4, 2, അതായത് 0, 1, 2. സെക്കൻഡ് ഇൻഡെക്സ് നമ്പറിലുള്ളത് 3 ആണ്. 3, 6, 4, 2. അതായത് 6th 2 to 6 വരെയാണ് കൊടുത്തതെങ്കിലും 2 to 5 വരെയാണ് പ്രിന്റ് ആവത്തുള്ളൂ. ഇനി മറ്റൊന്ന് പ്രിന്റ് ടപ്പിൾ 1 ഓഫ് 2 അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ സെക്കൻഡ് ഇൻഡെക്സ് നമ്പർ മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് നമ്പർ വരെ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. സെക്കൻഡ് ഇൻഡെക്സ് നമ്പർ 3 ആന്ന് പറഞ്ഞു, 3 to ലാസ്റ്റ് 3 വരെയാണ് പ്രിന്റ് ആയിരിക്കുന്നത്. ഇനി ടപ്പിളിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ len എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് len ഓഫ് ടപ്പിൾ നെയിം കൊടുക്കുക, ടപ്പിൾ 2 ടപ്പിൾ 1 4. ടപ്പിൾ 2 ആണ് ഇവിടെ കൊടുത്തപ്പോൾ 4 ഐറ്റംസ് ആണ് ഇതിലുള്ളത്. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് നമുക്ക് ടപ്പിളിൽ നമ്മൾ അൺചേഞ്ചബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ ടപ്പിളിലേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് അതിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ടപ്പിളിനെ ലിസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഇപ്പോ ആദ്യം നമ്മൾ നോക്കുന്ന ടപ്പിളിലേക്ക് ലാസ്റ്റിൽ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യണം. ഈ ടപ്പിൾ 1ലേക്ക് ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിന് നമ്മൾ ലിസ്റ്റിൽ പഠിച്ച പോലെ തന്നെ അപ്പൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ടപ്പിൾ നമ്മൾ ലിസ്റ്റ് ആക്കി മാറ്റണം.
അതിന് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് സി ഈസ് ഈക്വൽ ടു ടപ്പിളിനെ ലിസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ലിസ്റ്റ് ഓഫ് ഏത് ടപ്പിൾ ആണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് ടപ്പിൾ 1 കൊടുക്കാം. ദെൻ ഇപ്പോ ടപ്പിള് ലിസ്റ്റ് ആയിട്ട് സി എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലാണ് മാറ്റം വരുത്തേണ്ടത്. സി ഡോട്ട് അപ്പൻഡ് ഫംഗ്ഷൻ കൊടുക്കുക. അപ്പൻഡ് ഫംഗ്ഷനിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് പൈത്തൺ കൊടുക്കാം. പൈത്തൺ കൊടുത്തു. ഇനി നമ്മൾ സി പ്രിന്റ് ചെയ്താൽ ഇത് ലിസ്റ്റ് ആയിട്ടായിരിക്കും പ്രിന്റ് ആവുന്നത്. നോക്കാം. ക്ലിയർ കൊടുത്തു. ഇതിപ്പോ റൺ ചെയ്താൽ ലിസ്റ്റ് ആയിട്ടായിരിക്കും. പൈത്തൺ ഇവിടെ ആഡ് ആയി വന്നിട്ടുണ്ട്, പക്ഷെ അത് ലിസ്റ്റ് ആണ്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ടപ്പിൾ ആയിട്ടാണ്. അപ്പൊ ഈ പ്രിന്റ് സീനെ ഇവിടെ റിമൂവ് ചെയ്തിട്ട് ഇപ്പൊ ഈ ലിസ്റ്റിനെ നമ്മൾ ഇനി വീണ്ടും ടപ്പിൾ ആക്കി ചേഞ്ച് ചെയ്യണം. അതിന് വേറെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അവിടെ ടപ്പിൾ ആക്കാൻ വേണ്ടി ടപ്പിൾ ഓഫ് ലിസ്റ്റ് ഇപ്പോ സിയിലാണുള്ളത്, സി കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് ബി കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം ടപ്പിൾ 1 നമ്മൾ ലിസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് സിയിൽ സേവ് ചെയ്തു. എന്നിട്ട് ആ സിയിൽ നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്തു. പക്ഷെ നമുക്ക് ലിസ്റ്റ് അല്ല വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ലിസ്റ്റിനെ വീണ്ടും ടപ്പിൾ ആക്കി മാറ്റുകയാണ്. അതിന് വേറെ ഒരു വേരിയബിൾ ഇവിടെ ഡി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് ടപ്പിൾ ഓഫ് സി എന്ന് കൊടുത്തു. അപ്പോൾ ഡിയിലേക്ക് സി എന്ന് പറയുന്ന ലിസ്റ്റ് ടപ്പിൾ ആയിട്ട് മാറി സേവ് ചെയ്തു. എന്നിട്ട് ആ ഡിനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. ഇപ്പൊ നോക്കിയാൽ പൈത്തൺ ആഡ് ആയിട്ടുണ്ട്. ഇത് ടപ്പിളിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ആണ് വന്നിരിക്കുന്നത്, ടപ്പിൾ ആണ്. ഇങ്ങനെയാണ് ഒരു ടപ്പിളിലേക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് എങ്ങനെ സോർട്ടിങ് എങ്ങനെ നടത്താൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം തന്നെ ടപ്പിൾ നമ്മൾ ലിസ്റ്റ് ആക്കി മാറ്റാം. സി ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് ടപ്പിൾ 1 കൊടുത്തു. ദെൻ സോർട്ട് ചെയ്യാനായിട്ട് സോർട്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോർട്ട് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ കൊടുത്താൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ വരെ പ്രിന്റ് ആവും. കൊടുക്കുക. ഇപ്പൊ സോർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനി അതിനെ വീണ്ടും ടപ്പിൾ ആക്കി മാറ്റണം. ഡി ഈസ് ഈക്വൽ ടു ടപ്പിൾ ഓഫ് സി എന്ന് കൊടുത്തു. എന്നിട്ട് ഡി പ്രിന്റ് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ വരെ പ്രിന്റ് ആക്കി. ഇനി നമുക്ക് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ആണെങ്കിൽ ഇവിടെ സോർട്ട് ഫംഗ്ഷന്റെ ഉള്ളില് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുക. ട്രൂ എന്ന് കൊടുക്കുമ്പോൾ ടി എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. റൺ ചെയ്താൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ വരെ പ്രിന്റ് ആയി. ഇനി അടുത്തത് നോക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് നമ്പറിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരുന്നത് ലിസ്റ്റിൽ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വീണ്ടും ടപ്പിൾ ആക്കി ചേഞ്ച് ചെയ്യാം. ലിസ്റ്റ് ഓഫ് ടപ്പിൾ 2 കൊടുത്തു. ദെൻ സി ഡോട്ട് ഇൻസേർട്ട് ഫംഗ്ഷൻ കൊടുക്കുക. ഇൻസേർട്ട് ഫംഗ്ഷനിൽ ഏത് പൊസിഷനിലാണോ വരുത്തേണ്ടത്, പുതിയൊരു ഐറ്റം ആഡ് ചെയ്യേണ്ടത്, ആ പൊസിഷൻ, അതായത് ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. ഇപ്പോ സെക്കൻഡ് ടപ്പിളിൽ നമുക്ക് ഓറഞ്ചിന് മുന്നേ ഒരു, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് നമുക്ക് വേറൊരു ഐറ്റം കൊണ്ടുവരണമെങ്കിൽ ആ പൊസിഷൻ ഇവിടെ കൊടുക്കുക. സോറി, സെക്കൻഡ് അല്ല, ഇൻഡെക്സ് നമ്പർ വൈസ് വെച്ച് ഫസ്റ്റ് പൊസിഷനിലേക്ക്. ഇത് 0 ആണ്. നെക്സ്റ്റ് ഇത് ഫസ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് പൊസിഷനിലേക്ക് മറ്റൊരു ഐറ്റം ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ഇൻഡെക്സ് നമ്പർ അവിടെ കൊടുക്കുക, കോമ എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്ത് വരേണ്ടത് അത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 65 എന്ന് പറഞ്ഞൊരു നമ്പർ ആണ് ഫസ്റ്റ് ഇൻഡെക്സ് നമ്പറിൽ വരേണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. വീണ്ടും അതിനെ ടപ്പിളാക്കി കൺവേർട്ട് ചെയ്യുന്നു. സി കൊടുക്കുക. ദെൻ പ്രിന്റ്
D കൊടുക്കുന്നു. ഇനി ഇത് റൺ ചെയ്താല് നമുക്ക് ഇവിടെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, ബനാന ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് മറ്റൊരു വാല്യൂ ആഡ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഇവിടെ 65 എന്ന് പറയുന്ന ഒരു വാല്യൂ ആഡ് ആയിട്ട് വന്നു. ഇനി അടുത്തത് നോക്കുന്നത് ഈ രണ്ട് ടപ്പിളുകൾ തമ്മിൽ ഒരു ടപ്പിളാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം മൂന്നാമത് ഒരു ടപ്പിൾ കൂടി ക്രിയേറ്റ് ചെയ്യുക. ടപ്പിൾ 3 ക്രിയേറ്റ് ചെയ്യുക. ടപ്പിൾ 3 ഈക്വൽ ടു ടപ്പിൾ 1 പ്ലസ് ടപ്പിൾ 2 കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് ടപ്പിൾ 3 കൊടുക്കുക. ഇപ്പൊ റൺ ചെയ്താല് രണ്ട് ടപ്പിളുകൾ തമ്മിൽ ഒറ്റ ടപ്പിളായി ടപ്പിൾ 3 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ് ഇവിടെ പ്രിന്റ് ആയിക്കുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സിൽ പറഞ്ഞ പോലെ ടപ്പിള് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്. അപ്പോ ഈ ടപ്പിളിൽ എത്ര, ഇപ്പൊ 2 എടുത്താൽ ഈ ടപ്പിളിൽ 2 പല പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം 2 ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഒരു വേരിയബിൾ കൊടുക്കുക. ആ വേരിയബിളിലേക്ക് ടപ്പിൾ 1ൽ എത്രണ്ണം കൗണ്ട് ചെയ്യുന്നത്, എത്രണ്ണം വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ടപ്പിൾ 1 ഡോട്ട് കൗണ്ട് ഫംഗ്ഷൻ കൊടുക്കുക. കൗണ്ട് ഓഫ് ഏത് നമ്പറിന്റെ റിപ്പീറ്റേഷൻ ആണ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഇപ്പൊ 2 ആണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പൊ 2ന്റെ റിപ്പീറ്റേഷൻ 2 ഇവിടെ കൊടുക്കുക. ദെൻ പ്രിന്റ് ഓഫ് എക്സ് കൊടുക്കുക. പ്രിന്റ് ഓഫ് എക്സ് കൊടുത്തു. ഇപ്പൊ 3 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ ഇതിന്റെ ആണ് ഈ 4 വന്നേക്കുന്ന ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 3 അതായത് 2 ഇതില് ടപ്പിൾ 1ല് 2 1 2 3 3 തവണയാണ് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ഇനി 3 ഒന്ന് കൊടുത്തു നോക്കാം. 3 എന്ന് പറഞ്ഞ നമ്പർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നോക്കാം. 2 തവണയാണ് ടപ്പിൾ 1ല് 3 വന്നിരിക്കുന്നത്. ഇവിടെ 1 2 2 തവണയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിന്റെ ഐറ്റത്തിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇനി എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന്, അതായത് ഒരു ടപ്പിളില് ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് del ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ കൊടുക്കുന്നു, ലിസ്റ്റ് ആക്കുന്നു. ആദ്യം ലിസ്റ്റ് ആക്കി മാറ്റുന്നു. നമുക്ക് ടപ്പിൾ 2 കൊടുക്കാം. ടപ്പിൾ 2 കൊടുത്തു. എന്നിട്ട് del ഫംഗ്ഷൻ കൊടുക്കുക. del ഡിലീറ്റിന്റെ del കൊടുക്കുക. del സ്പേസ് കൊടുത്തിട്ട് y ഓഫ് ഏത് പൊസിഷനിലുള്ളതാണോ റിമൂവ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമുക്ക് ഈ ഓറഞ്ച് റിമൂവ് ചെയ്ത്, അതായത് 0 ഫസ്റ്റ് പൊസിഷനിലുള്ള അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ del y ഓഫ് 1 ഫസ്റ്റ് ഇൻഡെക്സ് നമ്പറിലുള്ള വാല്യൂവിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് y കൊടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഓറഞ്ച് ഫസ്റ്റ് പൊസിഷനിലുള്ള ഓറഞ്ച് ഡിലീറ്റ് ആയിട്ട് ബാക്കി 3 എണ്ണമാണ് പ്രിന്റ് ആയിക്കുന്നത്. ഇനി ഇവിടെ -1 കൊടുത്താല് ലാസ്റ്റ് ടപ്പിൾ 2ല് ലാസ്റ്റ് 1 ആയിരിക്കും റിമൂവ് ആവുന്നത്. ബനാന ആയിരിക്കും റിമൂവ് ആവുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ടപ്പിളിൽ വരുന്ന ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. സോർട്ടിംഗ് ഒക്കെ വരുന്നത്. സോർട്ട് ചെയ്യുക, അപ്പൻഡ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിരുന്ന വാല്യൂസിനെയൊക്കെ കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്.